അത്തം പിറന്നു കഴിഞ്ഞു. മലയാളിക്ക് ഓണം മൂടും തുടങ്ങി. തൃപ്പൂണിത്തുറയിൽ അത്തസമയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വർണ്ണാഭമായ ഘോഷയാത്ര നടക്കും. ശ്രുതി, അത്തസമയത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു ഐറ്റം ഉണ്ട്, ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുലികളിയാണ്. പുലികളിക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നമുക്ക് അതിൽ ഏറ്റവും ആകർഷണമായിട്ടുള്ളത്. പുലികളിയുടെ കലാകാരന്മാരൊക്കെ നിരന്നു കഴിഞ്ഞു. അവരൊക്കെ അതിലെ തയ്യാറെടുപ്പുകളിലാണ്, മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചാലോ? ചേട്ടാ, എത്ര നേരമായി മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ട്? എത്ര മണിക്കൂർ എടുക്കും? ഇത് വരയ്ക്കണ ടൈം എടുക്കും. കാരണം ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം മെയ് എഴുത്തല്ലേ, അതിലാണ് എല്ലാവരും ഇതാക്കണം. അല്ലാണ്ട് നമ്മളതിനെ ആരും ഇതാക്കലല്ലോ. ഈ വരച്ചിട്ടുള്ള പ്രൊഫഷനായിട്ടുള്ളത് കാണാനാണ് എല്ലാവരും വരുന്നത്. എത്ര സമയം? 2 മണിക്കൂർ അധികം എടുക്കില്ലേ ഇത് സാധാരണ ഇത് ഇടാൻ? 1.5-2 മണിക്കൂർ വരയ്ക്കാൻ തന്നെ വരും ഏകദേശം. തുടങ്ങിയതാ ഇതിപ്പോ പുലിയല്ലേ, സിംഹാണ്. സിംഹാണ് കേട്ടോ പുലിക്കളിയിൽ. പുലിക്കളിയിൽ സിംഹമാണ്. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ രീതി, എത്ര നേരം എടുക്കും, എങ്ങനെയാണ് ഈ ചായങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ചേട്ടാ? ഇത് ശരിക്കും ഒരു ഫുൾ വേഷം വരയ്ക്കാൻ 2 മണിക്കൂർ സമയം എടുക്കും. ഇത് ശരിക്കും ഒരു ടർമിക് പൗഡറാണ്. പൗഡർ വാർണിഷിന് കലക്കിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഇത് വരയ്ക്കുക. എത്ര സമയം കൊണ്ട് ഇത് കഴുകി കളഞ്ഞാൽ എളുപ്പം പോകുന്നതാണോ? ഇത് ശരിക്കും കഴുകി കളയുമ്പോഴും ഈ 2 മണിക്കൂർ കഴുകി കളയുമ്പോഴും എടുക്കും. കാരണം ഇത് ഡീസലിലാണ് കഴുകി കളയത്. ഡീസലിൽ ശരിക്കും ഞങ്ങൾ പോകുമ്പോൾ രാത്രി കഴിഞ്ഞ് പോകുമ്പോൾ കഴുകാനും സമയം കുറച്ചെടുക്കും. ആദ്യം പതുക്കം തർപ്പൻ ഇതിൽ ആക്കി കുതിർത്തിയിട്ട് വേണം പിന്നെ തുണിയെടുത്ത് തുടച്ച് അങ്ങനെയൊക്കെ കഴുകിയിട്ടാണ് പോവുക. പെയിന്റ് അടിയാണ്. അതിൽ നമ്മളിത് നമുക്കിത് കാണുമ്പോൾ ഉള്ളൊരു കൗതുകം, അല്ലെങ്കിൽ കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര വർണ്ണമാണ്. അപ്പോൾ പക്ഷേ അതിന്റെ പുറകിലെ ഒരു തന്നെ ആ ചായം പൂശണം എന്നുള്ളതാണ് അതിന്റെ ഒരു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇത് ഫിനിഷ് ചെയ്ത് ഇത് മുഴുവൻ കഴിഞ്ഞ് ആ രൂപത്തിൽ നിന്ന് പുലി കളിച്ച് അതിന്റെ ഒരു മനോഹാരിത എത്തുന്നത് വരെയുള്ള അധ്വാനമാണ് നമ്മൾ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നമാണ്. ചേട്ടാ, എപ്പോഴാണ് നിങ്ങൾ എത്തിയത്? എവിടുന്ന വരുന്നത്? ഞങ്ങള് പുലർച്ചയ്ക്ക്. എത്രാമത്തെ തവണയാണ്? ഇതിപ്പോ ഒരു 3-4 തവണയുണ്ട്. ഞാൻ ഇതിന് മുപ്പാട് വേറെ ടീമിൽ വന്നിട്ടുണ്ട്. ഞാൻ 4-5 തവണ. ഓരോ തവണ വരുമ്പോഴും വ്യത്യസ്തമായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് വേറെ കളറായിരുന്നു, അതിന് മുന്നത്തെ പ്രാവശ്യം വേറെ ആയിരുന്നു. ഓരോന്ന് പറയുമല്ലോ, പ്രത്യേക പേരുകളില്ലേ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ വരയൻ, പുള്ളി അങ്ങനെയാണ് വരും ശരിക്ക്. അതിലിപ്പോ സിംഹം അങ്ങനെ ഒരു വെറൈറ്റി ആക്കിയിട്ട് ചെയ്യണമെന്ന് മാത്രം. വെറൈറ്റിക്ക് ഇത്തവണ സിംഹത്തെ പിടിച്ചിരിക്കുകയാണ് അത്തസമയ ഘോഷയാത്രയിൽ. അതെ, അതെ, കാട്ടിലെ രാജാവിനെയാണ് പുലികളിയിൽ പിടിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ഇതിന്റെ പിന്നിലെ പ്രയത്നം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം അവരുടെ അത്രയും ഒരു കഷ്ടപ്പാട് കൂടി ഇതിന്റെ പുറകിലുണ്ട്. നമുക്ക് മുന്നിലേക്ക് അവർ വർണ്ണങ്ങൾ വാരി വിതറുമ്പോൾ അതിന്റെ പുറകിൽ ഒരു കഷ്ടപ്പാട് കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ അവർ അത്രയും ആസ്വദിച്ചിട്ട് കൂടിയാണ് ഇതിലേക്ക് പുലികളെ കലാകാരന്മാരാണ്, അവരുടെ കലാപ്രകടനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്.